ഞാൻ ജിനീഷ് ശാന്തി യോഗ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. കാരണം എല്ലാവരും പെട്ടെന്ന് ഒരു നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബാക്ക് പെയിന് പറ്റിയ ആസനാസുകൾ. ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധിക ദിവസം ഈ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വല്ലാതെ ഇറിറ്റേഷൻ ചെയ്യും. ചിലർക്ക് അത് വല്ലാതെ തരത്തിലുള്ള അവരുടെ നിത്യ കർമ്മങ്ങൾ, അതായത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം തടസ്സപ്പെടും. ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു 6 ആസനാസുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ 6 പോസസ് നമ്മൾ ഒരു 25-30 നോർമൽ ലെവലിൽ സെക്കൻഡ് നമ്മൾ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രയാസങ്ങൾ നമുക്ക് മറികടക്കാൻ സാധിക്കും. പിന്നെ ഏതൊരു ആസനാസ് പരിശീലിക്കുമ്പോഴും വളരെ നോർമൽ ലൂസിങ് എക്സസൈസ് നമ്മൾ ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു പ്രയാസമുള്ളപ്പോൾ ഇതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും വളരെ ഈസി ആയിട്ട് ബാക്ക് പെയിൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആദ്യത്തെ ആസനാസാണ് മാർജാരാസനം. എങ്ങനെയാണ് മാർജാരാസനം ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഈ അളവ് കറക്റ്റ് ചെയ്യുക. നോക്കും, വളരെ ഈസി ആയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഈ ഒരു പോസ്റ്ററിൽ വന്ന് നിൽക്കുമ്പോൾ തല ഉയർത്തും. മാർജാരാസനമാണ്. ഒരു ദിവസം ഡയഫ്രം വളരെ ഫ്രീ ആവുന്നു. പെൽവിക്ക് നല്ല നല്ല റിലീഫ് കിട്ടുന്ന ആസനമാണ്. തോൾ ഭാഗം, ഷോൾഡർ ശരിക്ക്, വയറ്, നമ്മുടെ ഉദരഭാഗം നല്ല ഫ്രീ ആവും. ശ്വാസം എടുക്കുന്ന സമയത്ത് തല നല്ലോണം ഉയർത്താം. എക്സേൽ എക്സേൽ ശ്വാസം അയച്ചുകൊണ്ട് നമുക്ക് നല്ല ഉള്ളോട്ട് ചുരുങ്ങണം. കൈമുട്ട് ബെൻഡാവാൻ പാടില്ല. നല്ല ഭംഗിയിൽ പതിയെ റിലീസ്. ഇപ്പൊ ഈ ബാക്ക് ഇങ്ങനെ ഇരുന്ന് ശീലമില്ലാത്തവർ അതും ശ്രദ്ധിക്കണം. അവര് ചെറിയ കുഷനൊക്കെ ഉപയോഗിച്ച് വേണം ഇരിക്കാൻ. എന്നിട്ട് മുട്ടിന് സർജറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ കാലിന് ഈ ഭാഗത്ത് സ്ട്രെയിൻ കൊടുക്കാതെ ഈ ആസനം ഒഴിവാക്കുക കേട്ടോ. പതിയെ ബാക്കിലേക്ക് ഇരുന്ന് ശ്വാസം എടുത്തൊന്ന് കൈകൾ ഉയർത്തും. കണ്ടോ, റിലീസ്. ഇനി പതുക്കെ നമ്മൾ വളരെ സാവകാശം നമ്മൾ മാറ്റിൽ നീണ്ടു നിവർന്ന് കിടക്കുക. ഫേസ് ഡൗൺ. ഇതിന് പറയാം മകരാസന എന്ന് ഇനി പറയുന്നത്. നോക്കൂ, വളരെ ഈസി ആയിട്ട് കൈകൾ രണ്ടും താടിക്ക് അതൊരു ബലവും കൊടുക്കരുത്. വളരെ ഈസി ആയിട്ട് കാലുകൾ ലൂസിങ് ചെയ്യും. ഇത് നമ്മളെ നീയും കൂടെ ഒരു മസാജിങ് കൂടിയാണ്. ഇതൊരു 10-15 തവണ ഒന്ന് ഫ്രീ ആക്കുക. അപ്പോൾ പരമാവധി ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ഇടുപ്പിന്റെ ഭാഗത്തേക്ക് ആ ബ്ലഡ് ഫ്ലോ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നല്ല റിലീഫ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ കാലുകൾ ചേർത്ത് വെക്കുക. പതിയെ നെറ്റി തറയിൽ അമർത്തി വെക്കുക. കൈകൾ ചെസ്റ്റിനോട് ചേർത്ത് വെക്കുക. കൈമുട്ട് മുകളിലേക്ക് പൊങ്ങിയിരിക്കണം. ഭുജംഗാസന എന്ന് പറയുന്നത്. കോബ്ര പോസ്. പതിയാണ് വളരെ, അതായത് യാതൊരു മുറുക്കവും ഇല്ലാതെ ആയിരിക്കണം പരിശീലിക്കേണ്ടത്. ശ്വാസം അയച്ചുകൊണ്ട് നെറ്റി ടച്ച് ചെയ്യുക. തറയിൽ ശരിക്കും അമർന്നിരിക്കട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് എക്സേൽ. പെട്ടെന്ന് അങ്ങ് പിടിച്ചിങ്ങനെ പൊങ്ങരുത്. അതൊക്കെ റോങ് ആണ്. വളരെ ഈസിയായി. ഇനി അല്ലാത്തവർ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ശ്വാസം എടുത്തു. ഇടുപ്പിന്റെ ഭാഗം ശരിക്കും തറയിൽ അമർന്നിരിക്കണം. പതിയെ റിലീസ് ചെയ്യും. ഒന്ന് കൈ വെച്ച് വിശ്രമിച്ചു, കാലുകളെ വെച്ച് വിശ്രമിക്കുക. റിലാക്സ് കൊടുക്കുക. അടുത്ത മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. താടി തറയിൽ അമർത്തി കൈകൾ രണ്ട് തൈസിനുള്ളിലേക്ക് കൊണ്ടുവരിക. വളരെ ഈസി ആയിട്ട് ഇടത് കാല് ഉയർത്തുന്നു. ശ്വാസം അയച്ചുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരും. Breathe inhale and exhale. Breathe in and exhale. Breathe inhale. സാവകാശം exhale. സ്പീഡ് പാടില്ല. വളരെ സാവകാശം റിലാക്സ് കൊടുക്കുക. ആൻഡ് റിലീസ് ചെയ്യുക. അതിനുശേഷം പതുക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് വീണ്ടും നമ്മൾ സാധാരണ നിലയിൽ വിശ്രമിക്കാം. കൈകളൊന്ന് ഉയർത്തി ആൻഡ് റിലാക്സ് കൊടുക്കുക.
റിലീസ്. അതിനുശേഷം നമ്മൾ പതുക്കെ നിവർന്ന് കിടന്നു. കൈകൾ നല്ലോണം പുറകിലേക്ക് കൊണ്ടുവരും. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം അയക്കുമ്പോൾ വയറ് ഭാഗം നല്ല ഉള്ളിലേക്ക് നല്ല ശ്വാസം പുറത്തു വിട്ട് റിലീസ് ചെയ്ത് കാലുകളകത്തി വിശ്രമിക്കുക. ക്ലിയർ ആയല്ലോ? അതിനുശേഷം കൈ അടുപ്പിച്ച് വെച്ചു, കാലടുപ്പിച്ച് വെച്ചു. കണ്ണുകൊണ്ട് കാണുന്ന ലെവലിൽ ഒരു 45 ഉയർത്തുക. പതിയെ കാലുകൾ ശ്വാസം അയച്ചുകൊണ്ട് കാലുകൾ താഴേക്ക് നോക്കൂ. ഇടത് കാൽ ഉയർത്തുന്നു. കാൽമുട്ട് വളയാതെ ശ്രദ്ധിക്കണം. ബോധപൂർവം ശ്വാസം അയച്ചുകൊണ്ട് തിരിച്ചു വരിക. നല്ല ഭംഗിയിൽ വീണ്ടും ശ്വാസം എടുത്ത് ഒന്നോ രണ്ടോ റൗണ്ട് കഴിഞ്ഞാൽ ഒരു വിശ്രമം ആവശ്യമാണ്. ഇനി പതിയെ ഒന്ന് ശ്രദ്ധിക്കാം. രണ്ട് കാലൊന്ന് മടക്കി സാവകാശം ഹിപ്പൊന്ന് ഉയർത്താൻ ശ്രമിക്കുക. എക്സേൽ. സ്പോൺലൈറ്റിസ് ഉള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടതാണ്. ബ്രീത്ത് ഇൻഹേൽ, എക്സേൽ. ഒന്ന് റിലീസ് ചെയ്തു. കാലുകൾ താഴ്ത്തി വെച്ചു. കൈകൾ പുറകിലേക്ക് കൊണ്ടുവരും. എക്സേൽ. ഇനി പതിയെ ഒന്ന് വിപരീത മേരുദണ്ഡാസനം. തല ഉയർത്തി ഒന്ന് കാൽപാദം നോക്കും. ആൻഡ് റിലീസ്. ഹാൻഡ്സ് ബാക്ക്. ഹാൻഡ്സ് ഡൗൺ. വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയും കൂടെ പരിചയപ്പെടുത്താം. കടിമുദ്ര എന്ന് പറയും. നമ്മുടെ ചെറുവിരലും നടുവിരലും തള്ളവിരലും ചേർത്ത് പിടിക്കുക വലത് കൈയിൽ. മോതിരവിരലും നമ്മളെ ചൂണ്ടുവിരലും നിവർത്തി പിടിക്കുക. ഇടത് കൈ സാധാരണ ചിന്മുദ്ര എങ്ങനെയാണ് പിടിക്കാറ്? താഴെ വാദനാടി ടച്ച് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു പോസ്റ്ററും കൂടെ അതിൽ ഉൾപ്പെടുത്താം. നമ്മൾ സാധാരണ ചെയറിൽ ഇരിക്കുന്ന രീതിയിൽ കൈ ഇങ്ങനെ താത്തി വെച്ച് ബാക്കിൽ ഇങ്ങനെ ഒരു ചെയറിന്റെ സഹായം തരിക. ഇങ്ങനെ കൊടുക്കരുത്, ചെയർ സപ്പോർട്ട് കൊടുക്കണം. വളരെ ഫ്രീ ആയിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യുക. നോർമൽ ബ്രീത്തിലാണ്. ചെയറിലേക്ക് ഇരിക്കുമ്പോൾ ചെയർ പതുക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് കാലുകൾ നീട്ടി വിശ്രമിക്കാം. ഇനി ഇതൊന്നും ആസനാസ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ പെട്ടെന്നുള്ള ഒരു ഗാർഡനിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് കുഞ്ഞിരിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയാൽ ഈ കടിമുദ്ര നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങളെ പ്രയാസം മാറാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഭംഗിയായിട്ട് പരിശീലനം നിങ്ങൾ ഈ നോർമൽ ലെവലിൽ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് തന്നെ നമ്മുടെ ഭവനത്തിൽ നിന്ന് പരിശീലിക്കാൻ സാധിക്കും. താങ്ക് യു.